12 വർഷമായി നമ്മുടെ തൊഴിൽമേഖലയിൽ ആരംഭിച്ച് ഇതുവരെ നമ്മളിപ്പോൾ ചേർന്ന് പ്രവർത്തിക്കുവാനും സഹായിച്ചു. ആദ്യം ഒരു ബൈബിൾ ട്രെയിനിങ് പ്രോഗ്രാമാണ് ആരംഭിച്ചത്. ഒരു സഭ തുടങ്ങണമെന്നൊരു പ്ലാൻ ഇല്ലായിരുന്നു. അങ്ങനെ ആ ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ വേണ്ടി ദേവദാസന് ഹിന്ദി അറിയാമായിരുന്നു, ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം. അങ്ങനെ വടക്കേന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന സഹോദരന്മാരെ പഠിപ്പിക്കാൻ ആണ് കുടുംബമായിട്ട് വന്നത്. അതായത് നമുക്ക് സഭയില്ല. അങ്ങനെ പല ബാച്ചിലെ സഹോദരന്മാരെ പഠിപ്പിച്ച് വടക്കേന്ത്യയുടെ പല ഭാഗത്ത് അയക്കുവാൻ ദൈവം നമ്മൾ രണ്ടുപേരെയും സഹായിച്ചു. ഈ ചെറുപ്പക്കാരെ പഠിപ്പിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ഒരു കോളേജിൽ ബൈബിൾ പഠിക്കാൻ വന്നതാണെങ്കിലും അവരുടെ ഇടയിൽ കശവിശ ഉണ്ടാകും, വഴക്കുണ്ടാകും, വിട്ടുപോകണമെന്ന് പറയും, കുടുംബത്തെ കുറിച്ചുള്ള വിചാരം. അപ്പൊ അങ്ങനെ ഒത്തിരി ഇഷ്യൂസിനെല്ലാം കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ പഠിപ്പിച്ച് എല്ലാ ദിവസവും പ്രഭാതത്തിൽ 5 മണിക്ക് പ്രാർത്ഥന ആരംഭിച്ച് ആ കുഞ്ഞുങ്ങളോട് ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു വളരെ ചിട്ടയോടെ നല്ല രീതിയിൽ 5-6 മാസം ഈ സഹോദരങ്ങളെ കൂടെ നിന്ന് പഠിപ്പിച്ച് അയക്കുക. ദൈവം സഹായിച്ചു. പഠിച്ചിട്ട് പോയ പല സഹോദരങ്ങളും വളരെ നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൈവേ ചർച്ചിനേക്കാളും വലിയ ചർച്ച സഭകളുണ്ട്. ഒരു വ്യക്തി ഒരു കൺവെൻഷൻ പാസിംഗ് തന്നെയാണ് ഓർഗനൈസ് ചെയ്തത്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ നല്ല അടിസ്ഥാനമിട്ട് പഠിപ്പിച്ച് അയക്കുവാൻ ദൈവത്തിന്റെ ദാസനെയും കുടുംബത്തെ ദൈവം സഹായിച്ചു. എന്നാൽ ക്രമേണ നമ്മൾ ആഗ്രഹിച്ചതല്ലെങ്കിലും ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു സഭയായി രൂപീകരിക്കപ്പെടുവാൻ നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഹിതപ്രകാരം ഓരോ ഗൈഡൻസ് അനുസരിച്ച് ദൈവം നടത്തി. അങ്ങനെ ക്രമേണ മറ്റു ദേവദാസന്മാരും ഓൺ ദ വേയിൽ ഞങ്ങളോടൊപ്പം ചേർന്നു. ഇത്രയും നാൾ ഐക്യതയോട് പറയുമ്പോൾ 12 വർഷം രണ്ടുപേർ ഒരുമിച്ച് കൂടിയാൽ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, മറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എളുപ്പമായി. എന്നാലും അതെല്ലാം മറന്ന് സഹിച്ചും ക്ഷമിച്ചും 12 വർഷം നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. അതൊട്ടും ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങള് ബന്ധുക്കളാണ്. അപ്പോ സിസ്റ്റർ ആദ്യമായിട്ട് വരുമ്പോൾ പറഞ്ഞു ഞങ്ങള് 1 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടെ കാണത്തുള്ളൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. അപ്പോ ആ 1 വർഷം ഇപ്പോ 12 വർഷമായി. അപ്പോ ഈ 12 വർഷവും ദൈവമാണ് നടത്തിയത്. ഏതെങ്കിലും സഹോദരങ്ങൾ 12 വർഷം ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. താമസിക്കുന്നവരുണ്ട്, കൂട്ടുകുടുംബമൊക്കെ പണ്ടുണ്ടായിരുന്നു, എന്നാൽ ഇതൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ചും ഞങ്ങൾക്ക് 4 മക്കള്, അവർക്ക് 2 മക്കൾ വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം മറന്ന് സഹിച്ചും ക്ഷമിച്ചും 12 വർഷം ഒരുമിച്ച് പ്രവർത്തിക്കാൻ ദൈവം സഹായിച്ചു. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ശുശ്രൂഷയിലൂടെ പലരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എന്നാൽ 0 മുതൽ ഇന്നെനിക്ക് നമ്മള് 65 പറഞ്ഞു. 65 പറയുമ്പോൾ ഒരു 80 പേര് കഴിക്കും. അപ്പൊ ഒരു 75-80 പേര് ഇന്ന് ഉള്ളതിന്റെ പിന്നിലുള്ള കഠിനാധ്വാനം, പ്രാർത്ഥന, ഉപവാസം എല്ലാം സംഭാഷണയും കുടുംബത്തിന്റെയും വളരെ ആഴമായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഓരോ ഘട്ടത്തിൽ വരുമ്പോ, ഓരോ വളർച്ചയും വരുമ്പോ ഒരു വ്യത്യാസം ആവശ്യമാണ്, ചേഞ്ച് ആവശ്യമാണ്. കുഞ്ഞുങ്ങൾ പറക്കാറാവുമ്പോൾ അമ്മയ്ക്ക് ഇന്ത്യ അറിയാമോ, കുഞ്ഞുങ്ങളെ എടുത്ത് കളയും, കൂടിനെ ഇളക്കിയിട്ട് കുഞ്ഞുങ്ങളെ എടുത്ത് കളയും. അപ്പൊ അതുവരെ സുഖിച്ചിരുന്ന കുഞ്ഞുങ്ങൾ എടുത്തന്നെ കളയുമ്പോൾ താഴെ പോയി വീഴുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെറിയ അടിച്ച് അത് വന്ന് കയറാൻ തുടങ്ങും. അപ്പൊ അമ്മ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ താഴെ ഇടാനല്ല, അവരെ പറക്കാൻ ശീലിപ്പിക്കാനാണ്, പറപ്പിക്കാനാണ്. എന്നാൽ ഞാൻ താഴെ ഇടുന്നതല്ല, അവർക്ക് തന്നെ തോന്നി ഇവിടുന്ന് ഒരു സമയം ചേഞ്ച് ആവശ്യമാണ്, അല്പം കൂടെ സ്വാതന്ത്ര്യം ആവശ്യമാണ്. അപ്പോ അങ്ങനെ അവരുടെ ഇഷ്ടപ്രകാരം തന്നെ പോകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് മാർച്ച് വരെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു രീതി അവരുടെ ഇഷ്ടത്തോട് തന്നെയാണ് പോകുന്നത്. അതിന്റെ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എന്നാലും ദൈവം തുടർന്നും ദൈവം പോകണമെന്ന് ആഗ്രഹിച്ചപ്പോഴും വിടണമെന്ന് ആഗ്രഹമില്ല. അദ്ദേഹം ഓർമ്മിച്ചതുപോലെ നമ്മള് സഭ തുടങ്ങണം ആഗ്രഹമില്ലായിരുന്നു. എല്ലാം അതിന്റെ പിന്നിൽ ഒരു ദൈവിക നിയോഗം ഉണ്ടായിരുന്നു.
അപ്പൊ ഈ സമയവും അവർ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു ദൈവിക നിയോഗം ഇവിടെ തന്നു, അവര് വിടുക. അപ്പോ അവർ പോകുന്നത് വലിയ നഷ്ടമാണെങ്കിലും ആ ഒരു നിയോഗത്തിൽ സന്തോഷത്തോടെ അവരെ യാത്രയായി. ഇതുപോലെ അനുഗ്രഹിച്ചിട്ട് കഴിഞ്ഞ 12 വർഷവും സഭയോട് ചേർന്ന് ആത്മാർത്ഥമായി വളരെ ത്യാഗത്തോടെ പ്രവർത്തിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഒരു മൊമെന്റോ കൈമാറാൻ ആഗ്രഹിക്കുന്നു. മറ്റു ദേവദാസന്മാരെയും കുടുംബത്തെയും മുന്നോട്ട് ക്ഷണിക്കുന്ന ദേവദാസന്മാരും ദാസന്മാരും മുന്നോട്ട് കടന്നു വരുമ്പോൾ സംഭാഷണം കുടുംബവും മുന്നോട്ട് കടന്നു വരും. ഈ മൊമെന്റോ നമുക്ക് അവർക്ക് കൈമാറാം സന്തോഷത്തോടെ. ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം വീണ്ടും വാക്കുകൾ പറയാനുള്ളതുകൊണ്ട് അതിനുശേഷം അവസരമുണ്ട്. 1-2 ദിവസമാർക്ക് അത്യാവശ്യമായി പോകാനുള്ളത് കൊണ്ട് ഇപ്പോ കൈമാറുകയാണ്. കുടുംബവും മുമ്പോട്ട് കടന്നു വരും, ദേവദാസന്മാരും ദാസന്മാരും മുമ്പോട്ട് കടന്നു വെച്ച് നമുക്ക് കൈമാറുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദിനേഷ് പാസ്റ്റർ ഒരു നിമിഷം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എന്താതിഥിയായി വന്ന പാസ്റ്റർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം നിങ്ങളിവിടെ ഒരുമിച്ച് കൂടുവാൻ കർത്താവെ ഇടയാക്കിയതിന് സ്തോത്രം. കഴിഞ്ഞ 12 വർഷക്കാലം ഈ പ്രവർത്തനത്തിന്റെ ആരംഭം മുതൽ പ്രിയ പാസ്റ്റർ കുടുംബമായി പാസ്റ്ററുകളോടും കുടുംബത്തോടും ചേർന്ന് ഇവിടെയുള്ള ദൈവദാസന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നീ അവർക്ക് കൃപ കൊടുത്തു. തന്റെ ശുശ്രൂഷയിൽ പലരും മുൻപോട്ട് കടന്നു വന്നു, സ്നാനപ്പെട്ടു. തന്റെ ശുശ്രൂഷയുടെ അമ്മയുടെ വശങ്ങൾ പലരിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. കർത്താവേ, നിന്റെ ദാസനും ദാസിക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും നീ കൊടുത്തിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. നീ അവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അവരിന്ന് പകൽ യാത്രയിലേക്ക് കടന്നു പോകും. അവിടെ അവരൊരു ചെറിയ ഭവനം അത് പണിതുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തോടൊരുമിച്ച് അവരവിടെ ചെന്ന് പാർക്കുന്നത് ആ ദേശത്ത് പല കുടുംബങ്ങൾ പല ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ മുഖാന്തരമാക്കണം. അതിനായി നിന്റെ ദാസനെ, നിന്റെ ദാസിയെ, അവരുടെ കുഞ്ഞുങ്ങളെ പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കണം. ദൈവകൃപ അവരുടെ മേൽ പകരണം. അവരുടെ ശരീരത്തിന്റെ ബലഹീനതകളല്ല, ആ ബലഹീനതകളിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തി ദേശം കാണണം. ആ ദൈവകൃപ ദേശം അറിയണം. അതിനായി സഭയായി നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒന്നു ചേർന്ന് നിന്റെ ദാസനെയും ദാസിയുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു ചെല്ലുന്ന ദേശത്ത് ഒരു അനുഗ്രഹമായി തിരുവനിടയാക്കണം. ഇവിടെയുള്ള ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. താൻ ഇവിടുന്ന് കടന്നു പോകുന്നത് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നഷ്ടമാണെങ്കിലും അതിന്റെ നടുവിൽ ദൈവത്തിനൊരു ഉദ്ദേശമുള്ളത് കൊണ്ട് സ്തോത്രം. ആ ദൈവിക ഉദ്ദേശം തിരിച്ചറിയുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും ഇരിക്കുമ്പോ ഇവിടെ കേട്ടതിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. കേട്ടതിനെ വിളിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇരുന്നാണ്, ഉപദേശമാരെല്ലാം ഇരുന്നാണ്. ധൃതി ഉണ്ടെങ്കിൽ നിങ്ങൾ റേഞ്ച് മേടിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ആർക്കും പാസ്റ്റർ ലെവിൻസനോട് അസൂയ തോന്നിയിട്ടില്ലെന്നാണ് എന്റെ വിചാരം. കാരണം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് വളരെ വ്യക്തമായി കൃത്യമായി ഇവിടെയുള്ള ദൈവമക്കൾ പറഞ്ഞു. തന്നെയല്ല, എന്നെ അതിശയപ്പെടുത്തിയത് 12 വർഷം. സാധാരണ പെന്തക്കോസ്ത് സഭകളിൽ 3 വർഷമാണ് ഒരു ഉപദേശത്തിന്റെ കാലാവധി. ഈ 3 വർഷം കാലാവധിയുടെ കാരണം നിങ്ങളുടെ സഭയിൽ ഇല്ലെങ്കിലും എല്ലാ സഭയിലും ഈ സങ്കീർത്തനമായ 150 സങ്കീർത്തനമാണ് വേദോത്സവത്തിലുള്ളത്.
ഒരു വർഷം 50 സംഘത്തിനെ വായിക്കാൻ പറ്റൂ. ഒരു ഞായറാഴ്ച 52 ഞായറാഴ്ചയിൽ ഒരു ഞായറാഴ്ച കേന്ദ്ര കൺവെൻഷനും ഒരു ഞായറാഴ്ച ഡിസ്ട്രിക്ട് കൺവെൻഷനും, പിന്നെ പോയിട്ട് 50 കൂടെ 3 വർഷം ആകുമ്പോൾ 150 സംഘത്തിന് തീർന്നു. പുള്ളിയെ ഇവിടുന്ന് വിടും. ഇല്ലേ പുള്ളി പോവും. ഇല്ലേ ഇരുന്ന പ്രശ്നം. ഇതേ 12 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ ഈ ദേവദാസൻ ഇവിടുന്ന് പോകുന്നത് അദ്ദേഹത്തിന്റെ മനസ്സോട്. അദ്ദേഹം ഇവിടുന്ന് പോകുന്നതിന്റെ ഉദ്ദേശം രാവിലെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കണ്ടൊരു ദർശനം. അദ്ദേഹത്തിന് പോകാൻ മനസ്സില്ല, പക്ഷേ ദർശനമില്ല. ഞാന് അല്ലെ പുള്ളി കണ്ട ദർശനത്തിൽ ഞാൻ ബിനു പാസ്റ്ററോട് പറയുന്നു, നെയ്യാറ്റിൻകരയ്ക്ക് അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. അതൊരു ദൈവ നിയോഗം. ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം ദർശനത്തിൽ കണ്ട കാര്യം. ആ ദൈവ നിയോഗ പ്രകാരം പോവുകയാണെങ്കിൽ പോകുന്നത് കൊണ്ട് ഈ ഹൈവേ ചർച്ചിന്റെ മറ്റൊരു ബ്രാഞ്ച് അത് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സ്തോത്രം. അപ്പോ നമ്മൾ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ അവിടെ പോയി അവിടെയുള്ള സഭയിൽ ആരാധിക്കും. അതൊരു പ്രവചനം, അന്യഭാഷ പറയാത്ത പ്രവചനം. ഇങ്ങനെയാണെങ്കിൽ പാസ്റ്റർ ലെവിൻസൺ പോകുന്നതിൽ നിങ്ങൾ സങ്കടപ്പെടുകയല്ല, സന്തോഷിക്കണം. അദ്ദേഹത്തെ യാത്ര അയക്കുന്ന സന്തോഷത്തോട് വേണം. അദ്ദേഹം പോകട്ടെ, കർത്താവിന് വേറെ അവിടെ ചെയ്യട്ടെ. ലെവിൻസൺ പാസ്റ്ററെയും സഹോദരി ബീനയെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ചെറിയ വിങ്ങിപ്പൊട്ടലൊക്കെ നടന്നെങ്കിലും പാസ്റ്റർ ബിനു പാസ്റ്ററെ ചിറക് ഒന്ന് ഒടിഞ്ഞു. ഇത്രയും നാൾ ഒരു 2 പേരായിരുന്നു. ഇപ്പോ എല്ലാ ഭാരവും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇനി ഇദ്ദേഹത്തിന് ദൂരെ എന്നാലും പ്രാർത്ഥന കുറയത്തില്ല. നിങ്ങൾ ദൈവദാസന്മാർ ആ വിടവ് നിങ്ങൾ നികത്തി ഇവിടെയുള്ള പ്രവർത്തനം അനുഗ്രഹിക്കപ്പെടുന്നു. പാസ്റ്റർ ലെവിൻസനെ കുടുംബത്തെ നെയ്യാറ്റിൻകരയിൽ കർത്താവ് ഉപയോഗിക്കട്ടെ, തിരുവനന്തപുരം ഭാഗത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ വീടിന്റെ ഹൗസ് വാമിങ്ങിനോട് ചേർന്ന് ഒരു 3 ദിവസത്തെ കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷനോടുകൂടി അങ്ങോട്ട് ആരംഭിക്കും. ദേശം 1 ദിവസം ഞാൻ പ്രസംഗിക്കും, 1 ദിവസം പാസ്റ്റർ ബിനു പ്രസംഗിക്കും, 1 ദിവസം വേറെ ആരെങ്കിലും വിളിക്കും. എന്താ പാസ്റ്റർ ഞാൻ വെറുതെ കേട്ടു. പക്ഷേ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കൊണ്ടുപോകാൻ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ബിനു പാസ്റ്ററെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ ദൈവദാസന്മാർ നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. ഇദ്ദേഹത്തിനും അമേരിക്കയിൽ പഠിച്ചവരൊക്കെ അമേരിക്കയിൽ തിരിച്ചു വരാതെ അവിടെ തന്നെ നിന്ന് ജോലി ചെയ്തും ഖത്തറി ശുശ്രൂഷ ചെയ്തും കുടുംബമൊക്കെ പുലർത്തി സന്തോഷമായിരിക്കുമ്പോൾ ഇദ്ദേഹം അതിനും അതേ മാതൃകയായി അവിടുന്ന് ഇവിടെ വന്ന് ഈ ചൂടും സഹിച്ച് ഇവിടെ ഖത്തർ വേല ചെയ്യുന്നു. ആ ദൈവദാസനെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ നിങ്ങളെ യാത്ര അയക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമത്തിന് സ്വാഗതം ചെയ്യുന്നു. ലെവിൻസൺ പാസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര മെമ്മറി പവർ ഉള്ള ആളാണ്. എന്താന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളുടെ പേരുകൾ അറിയാം, സ്ഥലങ്ങൾ അറിയാം. ഭയങ്കര മെമ്മറി പവറാണ്. അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ശരിക്കും ലെവിൻസൺ പാസ്റ്റർ പോകുമ്പം ശരിക്കും ആ പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു ചെറുകിട കൂടെ ഒടിയുന്ന പോലെ തന്നെ. ബിക്കോസ് പാസ്റ്റർ എല്ലാവർക്കും വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. ഇപ്പം നമുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയാം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടെ കൂടി. അപ്പം നമ്മുടെ ചർച്ചിലുള്ള ഓരോ സിംഗിൾ പേഴ്സണും നമുക്ക് വാല്യൂ ഉള്ളതാണ്. എല്ലാവരും നമുക്ക് വാല്യൂബിളാണ്. അപ്പം നമ്മൾ അവർ ഓരോരുത്തരെയും ഇരുന്ന് കുത്തിയിരുന്ന് കരേണ്ട ഒരു അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എൻ്റെ ഉള്ളിലേക്ക് എന്തോ ഇടിച്ചു കയറുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ലെവിൻസൺ പാസ്റ്ററിനെ പ്രത്യേകിച്ച് ഞാൻ പിന്നെ എൻ്റെ മെമ്മറിയിൽ ഒരിക്കലും ഞാൻ ചിന്തിക്കുക, എൻ്റെ മരിച്ചപ്പോൾ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഫീലിങ്സ് ഒരു വട്ടം എന്തെന്ന് പറഞ്ഞാൽ ബിനു പാസ്റ്റർ അമേരിക്കയിലായിരുന്നു. ആ സമയത്ത് ഞാൻ എനിക്ക് തോന്നുന്നു 2.5 വയസ്സെങ്ങാണേ കാണത്തുള്ളൂ. ആ സമയത്ത് മമ്മി മരുന്നൊന്നും കഴിക്കാത്തതുകൊണ്ട് BP ഒക്കെ കൂടി പ്രശ്നമായിട്ട് മമ്മിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്ത് അവിടെ ആരുമില്ല, ഞാനും മമ്മിയും പിന്നെ ഈ അബിയ കൊണ്ടാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്.
ആ സമയത്ത് മമ്മിയാണെങ്കിൽ സംസാരിക്കുന്നതെല്ലാം നമുക്കൊന്നും ക്ലിയർ ആവത്തില്ല. ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഞാനൊരു ലോൺലെസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലെവിൻസൺ പാസ്റ്റർ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരികയാണ്. വിസിറ്റ് ചെയ്യാൻ വന്ന് മമ്മിയെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ലെവിൻസൺ പാസ്റ്റർ അവിടെ നിൽക്കാനും മമ്മിയെ ട്രീറ്റ് ചെയ്യാനും വന്നായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് പറഞ്ഞു ഓക്കെ ലെവിൻസൺ പാസ്റ്റർ പൊക്കോളും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. അന്ന് രാത്രിയിൽ മമ്മി ശരിക്കും മമ്മിയുടെ കയ്യിൽ രണ്ടിലും സിറിഞ്ചെല്ലാം ഇങ്ങനെ വെച്ചിട്ട് മമ്മി ഇങ്ങനെ ബെഡഡാണ്. മമ്മിയെ മരുന്ന് കഴിപ്പിക്കാൻ പാട് എല്ലാം ഭയങ്കര പാടാണ്. അപ്പോൾ ഒരു രാത്രി 2 മണി വരെ ഞാൻ അവിടെ കുത്തിയിരുന്നു, ഉണർന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ക്ഷീണം കൊണ്ട് ഞാൻ അങ്ങ് ഉറങ്ങി. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒന്ന് ഉണർന്ന് നോക്കിയപ്പോഴത്തേനും മമ്മി ഈ സിറിഞ്ചെല്ലാം വലിച്ചൂരി ബാത്റൂമിൽ പോയി. അവിടെ എല്ലാം ബ്ലഡായി മുറിയിൽ. മമ്മിയുടെ മേല് മൊത്തം, മമ്മി വന്ന് തിരിച്ച് കിടക്കുക, മമ്മിയുടെ മേത്ത് മൊത്തം ബ്ലഡാണ്. പെട്ടെന്ന് ഞാൻ നഴ്സിനെയൊക്കെ വിളിച്ച് വരുത്തി. അങ്ങനെ ഞാൻ വല്ലാത്ത ഫീലിംഗ്. അന്ന് വൈകിട്ടാണ് തോന്നുന്നു ബീന എന്നോട് വിളിച്ച് ചോദിച്ചു, ചേച്ചി എന്തിനാ ലെവിൻസൺ പാസ്റ്ററിനെ പറഞ്ഞു വിട്ടത്, അവിടെ നിൽക്കാൻ വേണ്ടി വന്നായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. പക്ഷെ പിന്നെ ലെവിൻസൺ പാസ്റ്റർ വന്നു, മമ്മിയെ ശരിക്കും ടേക്ക് കെയർ ചെയ്തു. കഴിക്കാൻ കൊടുക്കുന്നതും കുടിപ്പിക്കുന്നതും മരുന്ന് കഴിപ്പിക്കുന്നതും എല്ലാം ലെവിൻസൺ പാസ്റ്റർ ആയിരുന്നു. ആ ലാസ്റ്റ് മൊമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോയി നമ്മൾ വീട്ടിൽ ചെല്ലുന്നവരെ ലെവിൻസൺ പാസ്റ്റർ ആയിരുന്നു ടേക്ക് കെയർ ചെയ്തത്. അത് എൻ്റെ മെമ്മറിയിൽ നിന്ന് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ബിക്കോസ് എൻ്റെ ബ്രദർ അവിടെ ഇല്ല, ഹസ്ബൻഡ് ഇല്ല, ആരുമില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം അതൊരു ഭയങ്കര മെമ്മറിയാണ് നമ്മുടെ. ശരിക്കും അതൊരു ക്വാളിറ്റിയാണ്. ആരുടെ പ്രശ്നത്തിലും ചെന്ന് ഇൻവോൾവായി അവരെ ഹെൽപ്പ് ചെയ്യും, അവരോട് നല്ല അഡ്വൈസ് കൊടുക്കും. അതെല്ലാം വളരെ ഒരു പോസിറ്റീവ് എനർജി, ഭയങ്കര ഒരു മോട്ടിവേഷൻ, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുപോലെ ബീനായാലും നമ്മൾ ശരിയാ ഫാമിലി നമ്മൾ ഒരുമിച്ചാണെങ്കിലും ശരിക്കും നമ്മൾ കാണുന്ന സൺഡേയിലൊക്കെ ആയിരിക്കും. നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്തില്ല. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞോ ഇങ്ങോട്ട് പറഞ്ഞോ എന്തെങ്കിലും ക്രാഷുകൾ ഉണ്ടാകാതെ നമ്മൾ അങ്ങനെ ആയിരുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് അവർ 12 വർഷം ശരിക്കും ഞങ്ങൾ തുടക്കം 12 വർഷത്തിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആരുമില്ല. അവര് ഫാമിലി നമ്മളെ ഫാമിലി കുട്ടിയായിരുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. അത് അന്ന് മുതൽ ഓർക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ലെവിൻസനും ബീനയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും നാൾ ഉണ്ടായിരുന്നു. അവർ പോകുന്നത് നമുക്ക് ശരിക്കും ഒരു മിസ്സിംഗ് ആണ്. പിന്നെ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ ആണെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മൾ അതിന് കീഴടങ്ങണമല്ലോ. അതുപോലെ എന്തുവാണെങ്കിലും ദൈവത്തിന്റെ പദ്ധതി നടക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അവരുടെ കുടുംബമായി ഒരു പ്രാർത്ഥിക്കാം.